എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 27-28 വാക്യങ്ങൾ. മത്തായി 8-ന്റെ 27-28 വാക്യങ്ങൾ. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്ന് കൂടാഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ ആത്മഗതമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ വളരെ ഭയപ്പെട്ടു എന്ന് മർക്കോസ് 4:41 നമ്മൾ വായിക്കുന്നു. അവർ ഭയപ്പെട്ടതിനും അതിശയിച്ചതിനും ആസ്പദമായ കാര്യങ്ങളെ വിശുദ്ധ ലൂക്കോസ് വിവരിക്കുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. അതിശയവും ഭീതിയും ഒരുപോലെ അവരിൽ നിറഞ്ഞു നിന്നു. തിരമാലകളെ കർത്താവ് അടക്കുമാറാക്കിയതിനാൽ അവൻ സൈന്യങ്ങളുടെ യഹോവയെന്ന് വെളിപ്പെടുത്തി. അവൻ കാറ്റിനെ വരുത്തുകയും അതിനെ ശാസിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 65-ലും 107-ലുമൊക്കെ ഇതിന് സമാനമായ വിവരണങ്ങൾ നമ്മൾ കാണുന്നു. ദൈവം സകല സൃഷ്ടിയുടെയും കർത്താവാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം അതിനെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഒരു ആത്മീയമായ സത്യത്തെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകം ഒരു ഈശാനമൂലന്റെ രംഗവും കളരിയുമാണ് എന്ന് പറയാം. സമാധാനമില്ലാത്ത ദുഷ്ടന്റെ സാദൃശ്യമാണ് ഇളകി മറിയുന്ന കടൽ. കൊടുങ്കാറ്റിൽ നിന്നുമുള്ള അഭയം നമ്മുടെ കർത്താവാണ്. പിശറിൽ നിന്നുള്ള സങ്കേതം കർത്താവാണ്. ക്രിസ്തുവിൽ വരുന്ന ഒരു മനുഷ്യൻ അവനിൽ സമാധാനം കണ്ടെത്തുന്നു. അവന് വിഷമതകൾ ഉണ്ടാകാതിരിക്കുന്നില്ല. കർത്താവ് ചിന്താവിഹീനനായി ഉറങ്ങുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. എങ്കിലും നാം അക്കരെ എത്തുവോളം അവൻ ചുക്കാൻ്റെ സ്ഥാനത്തുണ്ട്. നമ്മളെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ഉറപ്പിക്കാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. അവസാനത്തിൽ അവൻ തനിക്കുള്ളവരെ വിടുവിക്കുന്നു. അവൻ്റെ വാക്ക് നമുക്ക് സമാധാനം ഉളവാക്കുന്നു. നമുക്ക് ഉണ്ടാകുന്ന ഓരോ പരീക്ഷയും പരിശോധനയും വിശ്വാസത്തിൽ തികഞ്ഞു വരുന്നതിനും അവൻ്റെ കരുതലിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുന്നതിനും സന്ദർഭം തരുന്നു. കൊടുങ്കാറ്റും അവൻ്റെ വാക്ക് അനുസരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആപൽക്കരമായ പ്രതികൂലതകൾ നമ്മളെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് അതിനെ ശാന്തമാക്കുകയും നമ്മുടെ യാത്രയെ സുഗമമാക്കുകയും ചെയ്യുന്നു. കാരണം അക്കരെ എത്തുവോളം കാക്കാൻ കർത്താവ് തൽപരനാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അവൻ ഉറങ്ങുന്നു, ഈ പ്രതികൂലതകളൊന്നും അവൻ അറിയുന്നില്ല, അവന് നമ്മെക്കുറിച്ച് വിചാരമില്ല, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം. എന്നാൽ അതിൻ്റെ എല്ലാം ഉത്തരമായി കർത്താവ് ഈ സംഭവത്തിൽ ശിഷ്യന്മാരുടെ ആകുലതകൾ അകറ്റിയത് നമ്മുടെ വിശ്വാസയാത്രയ്ക്ക് പ്രത്യാശയും ധൈര്യവും പ്രതീക്ഷയും നൽകുന്നു. മറ്റൊരു അത്ഭുത പ്രവൃത്തി 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. മർക്കോസ് 5-ാം അധ്യായത്തിലും ലൂക്കോസ് 8-ാം അധ്യായത്തിലും. അവിടെ പറയുന്നത് യേശു ഗദരദേശത്ത് ചെന്നു 2 ഭൂതഗ്രസ്തരെ കാണുന്നു. മർക്കോസും ലൂക്കോസും ഒരാളിൻ്റെ കാര്യം
മാത്രമേ പറയുന്നുള്ളൂ. മത്തായി മാത്രമാണ് 2 പേരെ കുറിച്ച് പറയുന്നത്. അത് ഒരു സാക്ഷ്യത്തിൻ്റെ സംഖ്യയാണ്. 2 പേരും ഭൂതബാധിതരാണ്. ശവക്കല്ലറകളിൽ നിന്നും അവരിങ്ങോട്ട് വരുന്നു. ആ വഴിയിൽ കൂടെ ആർക്കും യാത്ര ചെയ്യാൻ നിർവാഹമില്ലാത്ത നിലയിൽ ഉഗ്രന്മാരായിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തിയിൽ കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ഭീകരമായ കാഴ്ച ഈ വേദഭാഗം ചിത്രീകരിക്കുന്നു. അവൻ മറ്റുള്ളവർക്കെതിരാണ്. പിശാച് അവൻ്റെ അടിമകളെ കൊണ്ട് അവൻ്റെ വേല ചെയ്യിക്കുന്നു. അന്ധകാരത്തിൻ്റെ ശക്തി നമ്മളെ വീർപ്പ് മുട്ടിക്കുമ്പോൾ, ഉത്തരം ലഭിക്കാത്ത ചോദ്യചിഹ്നങ്ങൾ നമ്മളെ യാത്രയിൽ ചില ക്ലേശങ്ങൾ വരുത്തുമ്പോൾ, കർത്താവ് അതിനെല്ലാം പരിഹാരം നൽകുന്നവനാണ് എന്ന ഉറപ്പുള്ള വിശ്വാസം നമ്മെ ഭരിക്കണം. ഇന്നത്തെ ജീവിതയാത്രയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് കാറ്റും തിരമാലകളും പ്രതികൂലതകളും കണ്ട് ഭയന്നു നിൽക്കാതെ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. സർവത്തിൻ്റെയും അധിപനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിത നൗക ഭയാശങ്കകളിലും പ്രതികൂലതകളിലും തകർന്നു പോകാതിരിപ്പാൻ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. താണുപോകാതെ അവിടുന്ന് താങ്ങിക്കൊള്ളും ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ നിങ്ങളുടെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തിരുസാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.